നമ്മുടെ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന അരിയുടെ അളവിലും വിലയിലും യാതൊരുവിധ മാറ്റവുമില്ലെന്ന് ഭക്ഷ്യവകുപ്പ് അധികൃതർ ആശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുന്നു. 10 രൂപ 90 പൈസയുണ്ടായിരുന്ന റേഷൻ അരിക്ക് ഇപ്പോൾ 26 രൂപയായി വില വർദ്ധിപ്പിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതവും വ്യാജവുമാണെന്ന് വകുപ്പ് ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഈ വിഷയത്തിന്റെ യാഥാർത്ഥ്യം എന്താണ്? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തെറ്റായ പ്രചാരണങ്ങൾ ഉണ്ടായത്? കേന്ദ്ര വിഹിതത്തിൽ വന്ന മാറ്റങ്ങളും സംസ്ഥാന സർക്കാർ സ്വീകരിച്ച ബദൽ നടപടികളും എന്തെല്ലാമാണ്? വിശദമായി നോക്കാം. ചില കോണുകളിൽ നിന്ന് ബോധപൂർവമോ അല്ലാതെയോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രചരിക്കുന്നത്. റേഷൻ അരിയുടെ വിലയിൽ വൻ വർധനവുണ്ടായെന്നും സാധാരണക്കാർക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചുവെന്നുമായിരുന്നു ഈ പ്രചരണങ്ങൾ. നിലവിലുള്ള റേഷൻ വിലയിൽ 1 രൂപയുടെ വർധനവ് പോലും വരുത്തിയിട്ടില്ല. അർഹരായ കാർഡ് ഉടമകൾക്ക് ലഭിക്കേണ്ട വിഹിതം കൃത്യമായി ലഭിക്കുന്നുണ്ട് എന്നിവയാണ് ഭക്ഷ്യവകുപ്പിന്റെ ഔദ്യോഗിക വിശദീകരണം. തെറ്റായ വാർത്തകൾ വിശ്വസിച്ച് ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും വിഷയത്തിൽ ഭക്ഷ്യവകുപ്പ്. സാധാരണക്കാരുടെ അന്നന്നത്തെ ആഹാരത്തെയും ജീവിത ചെലവിനെയും ബാധിക്കുന്ന റേഷൻ വിതരണ സംവിധാനത്തെക്കുറിച്ചുള്ള ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ജനങ്ങളിൽ വലിയ ഭീതി പരത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഭക്ഷ്യവകുപ്പ് നേരിട്ട് രംഗത്തെത്തി ഔദ്യോഗിക വിശദീകരണം നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് അരി ലഭ്യതയുമായി ബന്ധപ്പെട്ട ഇത്രയധികം ചർച്ചകൾ ഉണ്ടായത് എന്ന ചോദ്യത്തിന് അതിന് യഥാർത്ഥ കാരണം കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളിലാണെന്ന് ഭക്ഷ്യവകുപ്പ് വ്യക്തമാക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ടൈഡ് ഓവർ വിഹിതത്തിൽ അരിയുടെ ലഭ്യതയിൽ വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. കണക്കുകൾ പരിശോധിച്ചാൽ 2026 ജനുവരി മുതൽ മാത്രം 6459 മെട്രിക് ടണ്ണിലധികം അരിയുടെ കുറവാണ് സംസ്ഥാനത്തിന് ഉണ്ടായിട്ടുള്ളത്. നിലവിലെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത് 26,835 മെട്രിക് ടൺ അരിയും 6459 മെട്രിക് ടൺ ഗോതമ്പുമായിരുന്നു. എന്നാൽ ഇതിന് പിന്നിൽ കഴിഞ്ഞ സർക്കാരിന്റെയും മുൻകാല വിഹിത മാറ്റങ്ങളുടെയും പങ്ക് ഭക്ഷ്യവകുപ്പ് എടുത്തു പറയുന്നുണ്ട്. LDF സർക്കാർ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഫലമായിട്ടാണ് കേന്ദ്രം അരിവിഹിതം കുറച്ച് ഗോതമ്പ് കൂട്ടിയത്. കൂടാതെ 2025 ഡിസംബറിൽ അന്നത്തെ സർക്കാർ അരിവിഹിതത്തിൽ കുറവ് വരുത്തി പകരം അത്രയും ഗോതമ്പ് വാങ്ങിയതാണ് പിന്നീട് ഉത്സവകാലങ്ങളിൽ സ്പെഷ്യൽ അരി വിതരണം ചെയ്യുന്നതിന് വലിയ പരിമിതിയായി മാറിയത്. ഈ വസ്തുതകൾ മറച്ചുവെച്ചാണ് ഇപ്പോൾ പലരും സർക്കാരിനെതിരെ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത്. കേന്ദ്ര വിഹിതത്തിൽ വന്ന കുറവ് സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കാതിരിക്കാൻ കർശനമായ ഇടപെടലുകളാണ് കേരള സർക്കാർ നടത്തിയിട്ടുള്ളത്. ടൈഡ് ഓവർ വിഹിതത്തിൽ വന്ന കുറവ് പരിഹരിക്കാൻ സാധാരണ റേഷൻ വിഹിതത്തിന് പുറമെ നീല, വെള്ള, തവിട്ട് കാർഡ് ഉടമകൾക്ക് 26 രൂപ നിരക്കിൽ അധിക അരി ലഭ്യമാക്കാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. ഉയർന്ന വിലയായ 23 രൂപ 20 പൈസ കൊടുത്ത് ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം പ്രകാരമാണ് സർക്കാർ അരി വാങ്ങിയത്. പൊതുവിപണിയിൽ സ്റ്റോക്ക് പരിമിതമായിരുന്നിട്ടും ഓണക്കാലത്ത് ജനങ്ങൾക്ക് ആശ്വാസമേകാനാണ് സർക്കാർ ഈ വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തത്. ജനങ്ങളുടെ പട്ടിണി മാറ്റാനും വിലക്കയറ്റം തടയാനുമുള്ള സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഓണക്കാലം വന്നെത്തുമ്പോൾ വിപണിയിൽ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നത് പതിവാണ്. പ്രത്യേകിച്ച് അരിവില നിയന്ത്രിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിയെ ഫലപ്രദമായി നേരിടാൻ ഭക്ഷ്യവകുപ്പ് വിപുലമായ ക്രമീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഈ മാസം, അതായത് ഓഗസ്റ്റിൽ മാത്രം പൊതുവിതരണ ശൃംഖലയുടെ വിതരണത്തിനായി എത്തിച്ചിരിക്കുന്നത് 1,65,932 മെട്രിക് ടൺ അരിയും 24,506 മെട്രിക് ടൺ ഗോതമ്പുമാണ്. ഇത്രയധികം വലിയ അളവിലുള്ള ഭക്ഷ്യധാന്യങ്ങൾ വിപണിയിൽ എത്തിക്കുന്നത് വഴി ഓണക്കാലത്തെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഒരു പരിധിവരെ തടയാൻ സാധിക്കും. പൊതുജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ ഓണം ആഘോഷിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും റേഷൻ കടകൾ വഴി സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ റേഷൻ അരിയുടെ വിലയെയോ അളവിനെയോ സംബന്ധിച്ച് വരുന്ന വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണ്. കേന്ദ്ര വിഹിതത്തിൽ വന്ന കുറവുകളെ കൃത്യമായ ബദൽ മാർഗങ്ങളിലൂടെയും വിപണി ഇടപെടലുകളിലൂടെയും നേരിടാനാണ് ഭക്ഷ്യവകുപ്പ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തി ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പൊതുവിതരണ സംവിധാനം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഉറച്ച നിലപാടിലാണ് സർക്കാരുള്ളത്.